ഹലോ, എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക എല്ലാവർക്കും ഓരോ മലയാളികൾക്കും ഹാപ്പി ഓണം, തിരുവോണാശംസകൾ കേട്ടോ. ഈ ഒരു സാരിയൊക്കെ എടുത്തുകൊണ്ടുള്ള റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. എനിക്ക് കൂടുതലും ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറാണ് അത്. ഈ റെഡും ഗ്രീനും തമ്മിലുള്ളൊരു ഒരു അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അത് എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ഒരുപാട് ഹാപ്പിയായി. എല്ലാവരും പറഞ്ഞു നല്ലതായിട്ടുണ്ടെന്ന്. അത് പിന്നെ ഓണക്കോടി ആയിട്ടല്ല, ഞാനൊരു മൽഗോട്ടൺ സാരി വാങ്ങിക്കണം എന്നും പറഞ്ഞാണ് പോയത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതും ഒരു നമ്മുടെ ചുരിദാറുണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ കുറേ ഒക്കെ എടുത്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഹരിപ്പാടാണ് ഈ കാണുന്നത്. ഓണം തിരക്കുകളാണ്. അപ്പോൾ ഇന്ന് തിരുവോണം ആയിക്കൊണ്ട് ഞാൻ ഇന്നാണ് ഡബ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഇടാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സമ്മാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഒരു കാര്യം, ഇത് കിട്ടുന്നത് നമ്മുടെ ലൈവിൽ വരുന്ന കൂട്ടുകാർക്കാണ് കേട്ടോ. സ്ഥിരം വരുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരാൾക്കായിരിക്കും നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടുക. അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒന്നുമല്ല ഡ്രസ്സ് എടുക്കുന്നത്, പല കടകളിൽ നിന്ന് എടുക്കും. ഓണം ആയതുകൊണ്ട് എല്ലാവരും നമുക്ക് വേണമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന്, കപ്പ് കേക്ക്സ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഗിഫ്റ്റ്. ഈ ഒരു സാരിയാണ് കേട്ടോ. സാരിയുടെ ഒപ്പം തന്നെ വളയും കമ്മലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് അവർ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം. ഇത് കിട്ടുന്നത് നമ്മുടെ ലൈവിൽ വരുന്ന കുറച്ച് പിള്ളേർ, എന്നും വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് കിട്ടുക. അപ്പോൾ എന്നും വരാൻ നോക്കുക കേട്ടോ. ഇപ്പം ആരാ ഈ ഷോളൊക്കെ ഇടുന്നതല്ലേ? പക്ഷേ ഷോള് ഒരെണ്ണം ഞാൻ വാങ്ങി. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, കഥകളിയുടെ ഒക്കെ പ്രിൻ്റുള്ള വേണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. പക്ഷെ ആളൊരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട് ഓണത്തിന് എടുക്കാൻ വീഡിയോ ഒക്കെ. അപ്പം അങ്ങനെ പക്ഷെ ചേട്ടന് പറ്റിയ ഈ മുണ്ട് ഭ്രാന്തനാണ് കേട്ടോ. എന്ത് മുണ്ടെന്ന് വെച്ചാൽ അങ്ങ് ചാകാൻ കിടക്കുക. ഇഷ്ടം പോലാണ്. പണ്ട് ഞങ്ങളുടെ വല്യമ്മച്ചി ഉള്ളപ്പം, വല്യമ്മച്ചി പ്രായമായ എൻ്റെ ഒരു ഇതാണ്. അപ്പം വല്യമ്മച്ചി ഇങ്ങനെ ചോദിക്കും, മോന് മുണ്ടിൻ്റെ കച്ചവടമാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഭയങ്കര ഇത് ഏത് മുണ്ടാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എടുത്തത്. പിന്നെ ഞാൻ കുറേ ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തു. എനിക്ക് ഇത്രയൊക്കെ മതി. ഞാനങ്ങനെ വലുതായിട്ട് ഒരുപാട് അങ്ങ് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലല്ല. എനിക്ക് അത്യാവശ്യമുള്ള ചെറിയ കുഞ്ഞു സംഭവങ്ങളോടാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഞാൻ വീട്ടിലിടുന്നതാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. അവിടെ അപ്പം നല്ല ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു വീട്ടിലിടുന്ന ടീഷർട്ടുകളുടെയൊക്കെ. അങ്ങനെ ഇത് കണ്ടില്ലേ. പിന്നെ പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയി. കസിൻസ് ഉണ്ട്, അവർക്കൊക്കെ എടുത്തു. ഇത് കണ്ടില്ലേ, കുഞ്ഞുടുപ്പുകൾ കാണുമ്പോൾ ഒരു കൊതിയാണ് ഇപ്പോഴും. അങ്ങനെ പിന്നെ വേറൊരു കടയിൽ പോയി. ഇത് നമ്മുടെ മിഴി എന്ന് പറഞ്ഞൊരു ബോട്ടിക്കാണ്. ഇത് ഷീസ്. അങ്ങനെ കുറേ കടകളിൽ ഞാൻ പോയി. അങ്ങനെ കമ്മലും മാലയൊക്കെ വാങ്ങി. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ സെറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അതിനോടൊപ്പം തന്നെ കമ്മലുണ്ടായിരുന്നു, തലയിലിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. പക്ഷെ വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനിവിടെ ഒരു ബോട്ടിക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ 2-3 ചേച്ചിമാരുടെ അടുത്ത് ഞാൻ പോകും ഇങ്ങനെ കടകളിൽ. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു പോയി ഞങ്ങൾ. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ഹരിപ്പാട് തന്നെയുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറി പൊറോട്ടയും ബീഫും ഒക്കെ തട്ടി. ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ലൈവിൽ വരുന്നവർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ ഐസ്ക്രീം കഴിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഓണം പനിയിൽ മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതുണ്ട്. ഇതൊക്കെയാണ്. ഈ മാല എനിക്ക് എൻ്റെ രേവതിക്കുട്ടി തന്നാണ് കേട്ടോ. മോൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ അപ്പം പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഹാപ്പി ആവണം കേട്ടോ.